നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഫ്രാൻസിൻ്റെ തന്ത്രം എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതായിരിക്കും ഫ്രാൻസ് ഇന്ന് അൺഡൗട്ടഡ്ലി ചെയ്യാൻ പോകുന്നത്. ഇതവരിന്ന് ഉപയോഗപ്പെടുത്തും എന്ന് പറയുന്നു ഫെർണാണ്ടോ മോറിയൻറ്റസ്. സ്പാനിഷ് ആരാധകർക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ മോറിയൻറ്റസ്. അദ്ദേഹം ദ്വിതീയ ദശാബിനൊപ്പം മൊണോക്കോയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദശാവിനെ നന്നായിട്ട് അറിയാം. അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും കോപ്പ് റേഡിയോയുടെ പ്രോഗ്രാമായിട്ടുള്ള എ സ്പെഷ്യൽ മുൻഡിയാൽ എന്ന പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മുണ്ടോ ഡിപ്പോർട്ടിവോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറയുന്നു, ദശാമിനെ എനിക്ക് നന്നായിട്ടറിയാം. ഫിസിക്കൽ സ്ട്രെങ്ത്ത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ ഇഷ്ടമുള്ളൊരു കോച്ചാണ് ദിദിയർ ദശാം. ഞാൻ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത പോലെ മറ്റെവിടെയും വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബിഗ് പ്ലെയേഴ്സിന്, പവർഫുൾ പ്ലെയേഴ്സിന്, ഫിസിക്കൽ പ്ലെയേഴ്സിന് വലിയ ഇഷ്ടമാണ്. നല്ല ഹാർഡായിട്ട് ടാക്കിൾ ചെയ്യുന്ന കളിക്കാർ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. സ്വാഭാവികമായിട്ടും ഈ കളിയിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കൊരു സംശയവുമില്ലാത്ത കാര്യം ഞാൻ പറയട്ടെ. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് റിയാലിറ്റി. സ്പെയിന് ബോൾ കൊണ്ട് നന്നായി കളിക്കുമെന്ന് ദശാമിന് അറിയാം. വിത്ത് ബോൾ പൊസിഷനൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ടീമാണ് സ്പെയിൻ എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം സ്പെയിനിന് ബോൾ അങ്ങ് നൽകും. പൊസിഷൻ സ്പെയിന് കൊണ്ടുപോയിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യും? അത് സ്പെയിന് ബോൾ കൊണ്ട് കളിക്കുമ്പോൾ ഡിലാഫിയുണ്ടയുടെ ടീം മുന്നോട്ടേക്ക് കയറി വരും. അപ്പോൾ സ്പേസ് അവിടെ ഓപ്പൺ ആകും. ഈ മുന്നോട്ട് കയറുന്ന താരങ്ങളുടെ പുറകിൽ അവിടെ സ്പേസ് ഓപ്പൺ അപ്പ് ആയിരിക്കും. അത് ഉപയോഗിച്ച് ആ സ്പേസിലേക്ക് കുതിച്ച് കയറുന്ന തരത്തിലുള്ള ഫോർവേഡുമാരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള തന്ത്രമായിരിക്കും ദിദിയർ ദശാം ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു സംശയവുമില്ല. ഹി വിൽ ഡെഫിനറ്റ്ലി യൂസ് ദാറ്റ്. ഹി വിൽ ഡെഫിനറ്റ്ലി യൂസ് ഇറ്റ്. അതാണിപ്പോൾ പറയുന്നത്. ഒരു സംശയം വേണ്ട. ഇതാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. ഓൾറെഡി എനിക്കിത് അറിയാം. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് എന്നാണ് ഫെർണാണ്ടോ മോറിയൻറ്റസ് പറയുന്നത്. മോറിയൻറ്റസിന് നന്നായിട്ട് ദിദിയർ ദശാമിനെ അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന. ഏതായാലും ഡിലാഫിയുണ്ടെയും ഇത് കാണുന്നുണ്ടാവും, മുൻകൂട്ടി കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഒന്ന് കോമ്പാക്റ്റ് ആക്കി നിർത്താൻ, എത്ര അറ്റാക്കിലേക്ക് പോകുമ്പോഴും ഡിഫൻസിൻ്റെ ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രദ്ധിക്കും ഇന്ന് ഡിലാഫിയുണ്ടെ എന്ന് വേണം കരുതാൻ. കാരണം എംബാപ്പയുടെയും ഡംബലയുടെയും ഒക്കെ വേഗതക്കൊപ്പം പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.